ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാറു വ്ലോഗ്. അപ്പം നമുക്കിന്നൊരു തിരച്ചിക്കറി ഉണ്ടാക്കിയാലോ. നമ്മുടെ നാട്ടിൽ തിരച്ചി എന്ന് പറയും, അവിടെയൊക്കെ എന്താണ് പറയണതെന്ന് എനിക്കറിയില്ല. വറുത്തരച്ചാട്ടോ വയ്ക്കണേ, തീയൽ മോഡലിലാണ്. എങ്ങനെയെന്ന് വെച്ചാൽ തേങ്ങ, ഒരു 3 കഷ്ണം ചെറിയ ഉള്ളി, 2 കഷ്ണം വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് ഉലുവ, നല്ല മുളക്. ഇത് പുളിയും കൂടെ ഇട്ടാൽ ഞാൻ വശക്കി എടുക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിക്കണം. തേങ്ങ നന്നായിട്ട് മൂത്ത് വരണം. നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമുള്ള മുളക് പൊടി. ഞാൻ ഇവിടെ കാശ്മീരി ചില്ലിയാണ്, എരിവില്ലാത്തതും എരിവുള്ള മുളക് പൊടിയാട്ടോ ഇട്ടാൽ 2 ടീസ്പൂൺ. അതും ഞാൻ ടോട്ടലി 4, 1 ടീസ്പൂൺ എരിവുള്ളതും 3 ടീസ്പൂൺ എരിവില്ലാത്തതും ഞാൻ ഇട്ടെ. പിന്നെ മല്ലിപ്പൊടി ഒരു 1.5-2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മൂപ്പിക്കുക. ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ചൂടാറിയതിന് ശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഒരു ചട്ടിയിൽ കടുക് പൊട്ടിച്ച് കുറച്ച് ഒരു ചെറിയ ഉള്ളി അരിഞ്ഞിട്ടതിന് ശേഷം തക്കാളി, പച്ചമുളക്, മുരിങ്ങയ്ക്ക, ചെറിയ ഉള്ളി, ആവശ്യത്തിന് ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ട് ഇട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് നിറം മാറി വരുമ്പോൾ ഉപ്പിട്ട് വേണം എടുക്കാൻ. അതിന് ശേഷം നമ്മൾ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തിരച്ചിയും കൂടെ ഇതിലോട്ട് ഇടണം. ഇതിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മൂപ്പിക്കണം. അതായത് ഈ കളർ ചേഞ്ച് ജസ്റ്റ് ഒന്ന് വന്നാൽ മതി, വേവേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റി കുറുകി പറഞ്ഞ ഒരു പരുവുണ്ട്. ആ അവസ്ഥ ആകുമ്പോൾ മാറ്റി അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുക. നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങൾക്ക് ഒന്ന് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. Okay, bye bye.